ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപാകതകൾ പരിഹരിച്ച് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യോഗ നൃത്തത്തിന്റെ സാധ്യതകൾ അവതരിപ്പിച്ച് കലാകാരന്മാർ. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ കെ ശശിധരൻ എന്ന് അനുസ്മരണ യോഗം. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് മലബാർ റീജിയന്റെ പ്രഥമ PV ഗംഗാധരൻ പുരസ്കാരം VP മാധവൻ നായർക്ക്. കാണികളെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തി എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കളരിപ്പയറ്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അപാകതകൾ പരിഹരിച്ച് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ. എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ സംഗമം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. എയ്ഡഡ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അഗ്നികുണ്ഡത്തിലാണ് അവരിന്നുള്ളത്. 4-5 വർഷമായി നിയമനം ലഭിച്ചിട്ടും ഇതുവരെ അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ 10,000-ൽ മേലെയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടി ഈ ജോലിയിൽ വന്നത്. എന്നാൽ 4 വർഷം 5 വർഷമായിട്ട് പോലും അവരുടെ നിയമനം അംഗീകരിക്കുന്നില്ല. ഇനി ഏതാനും നിയമനങ്ങൾ അംഗീകരിച്ചാൽ തന്നെ അടിച്ചു വാരാൻ പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ദിവസവേതനം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ യാഥാർത്ഥ്യം. അപാകതകൾ പരിഹരിച്ച് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം ഉടൻ നടപ്പാക്കണമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് എതിരാണ് മാനേജർമാർ എന്ന് വരുത്തി തീർക്കുന്നത് അംഗീകരിക്കാനാകില്ല. KPSMA പ്രൈമറി സെല്ലിന്റെ നേതൃത്വത്തിൽ 12-ന് രാവിലെ 10 മുതൽ എലത്തൂർ സേതു സീതാറാം ALP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പ്രൈമറി സ്കൂൾ മാനേജർമാരുടെ വിപുലമായ സംഗമം സംസ്ഥാന നേതാവ് നാസർ എടരിക്കോട് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ ഭാരവാഹികളായ പൂമംഗലം അബ്ദുൾ റഹ്മാനും അഭിലാഷ് പാലഞ്ചേരിയും ഡോക്ടർ D നിഷയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യോഗ നൃത്തത്തിന്റെ സാധ്യതകൾ അവതരിപ്പിച്ച് കലാകാരന്മാർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കായിക പ്രദർശനങ്ങളുടെ ഭാഗമായാണ് യോഗ നൃത്തം അവതരിപ്പിച്ചത്. ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത 22 താരങ്ങളാണ് യോഗ നൃത്തത്തിൽ പങ്കാളികളായത്. ചടുലതയും മെയ്വഴക്കവും ഉൾച്ചേർത്ത യോഗ നൃത്തം കാണികൾ ആകാംക്ഷയോടെയും അമ്പരപ്പോടെയുമാണ് ആസ്വദിച്ചത്.
കായികമാണ് ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രദർശനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ സത്യത്തിൽ ഒരർത്ഥത്തിൽ ലോകത്ത് കൂടുതൽ പരിചയപ്പെടുത്തിയത് യോഗയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ പലപ്പോഴും യോഗയുമായി അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ പൊതുവെ വർത്തമാനകാലത്ത് സമൂഹം കാണുന്നത്. വിദേശ രാജ്യങ്ങളിലെല്ലാം യോഗ അത്രമേൽ പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടുന്നു എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നതിലപ്പുറം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒക്കെ ഉത്തേജിപ്പിക്കുകയും അതിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കായിക പ്രവൃത്തി കൂടിയാണ് യോഗാഭ്യാസം എന്ന് നമുക്കറിയാം. കായിക യുവജന കാര്യാലയം പരിശീലകൻ സന്തോഷ് മണാട്ട്, ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി A. രാമാനന്ദൻ, യോഗ അസോസിയേഷൻ അംഗം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ K. ശശിധരനെന്ന് അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. AKPCTA-യും AKPC RTA-യും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുകയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അധ്യാപകനായിരുന്നു ഡോക്ടർ K. ശശിധരൻ എന്നും AKPCTA-യും AKPC RTA-യും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. AKPCTA പ്രസിഡന്റ് പ്രൊഫസർ N. നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചിലർ സർവീസ് കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബജീവിതത്തിനുള്ളിലേക്ക് ഒതുങ്ങി നിൽക്കും. അത് ഒരാളുടെ ചോയ്സാണ്, ഒരാളുടെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും കുടുംബത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു പോകാവുന്ന സാമ്പത്തിക സാഹചര്യവും ചുറ്റുപാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഇനിയുള്ള കാലവും കൂടി പൊതുപ്രവർത്തന രംഗത്ത് ഇന്നലെകളിൽ തുറന്നതുപോലെ സജീവമായിട്ട് ജീവിച്ചു പോകണം എന്ന് അടയാളപ്പെടുത്തിയെന്നതാണ് ശശിമാഷെ ഏറ്റവും വ്യത്യസ്തനാക്കി മാറ്റുന്നത്. എല്ലാവരും അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ ആകണം സാധിക്കണമെന്നുമില്ല. ഒരുപക്ഷെ അങ്ങനെയൊരു സാമൂഹ്യ സാഹചര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചുറ്റുപാടോ ഒന്നും ഒരുപക്ഷെ എല്ലാവരെയും അങ്ങനെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഇതൊക്കെ ഒത്തുവന്നു എന്നതാണ് ശശിമാഷെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇങ്ങനെ ഡോക്ടർ യു ഹേമന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, പ്രൊഫസർ PS ഫിറോസ്, പ്രൊഫസർ R അനസ്, ഡോക്ടർ NM സണ്ണി, പ്രൊഫസർ CP ജിതേഷ്, V രാജഗോപാലൻ, ജെയിംസ് മാത്യു, മണി പുൽപ്പറമ്പിൽ, പ്രൊഫസർ ജ്യോതി ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് മലബാർ റീജിയൻ കൌൺസിലിന്റെ പ്രഥമ PV ഗംഗാധരൻ പുരസ്കാരം നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമായ VP മാധവൻ നായർക്ക്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ
മാസത്തിൽ സമർപ്പിക്കും. പി മാധവൻ നായർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈ പ്രത്യേകിച്ച് മലബാറിനെയൊക്കെ മലയാളത്തിലൊക്കെ തന്നെ 1962 മുതൽ മലയാള സിനിമാ രംഗത്ത് വളരെ വിശ്വസ്തമായ സേവനം, ഡിസ്ട്രിബ്യൂഷനായാലും പ്രൊഡക്ഷനായാലും എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. 632ഓളം പടങ്ങൾ വിതരണത്തിനകത്ത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ 8ഓളം പടങ്ങൾ അതിൽ തന്നെ നമുക്കറിയാവുന്ന മറ്റേ ചമ്പക്കുളം തച്ചൻ പോലെയുള്ള സിനിമകൾ. 1962 മുതൽ മലയാള സിനിമാ രംഗത്ത് സജീവമായ വി.പി. മാധവൻ നായർ മലയാളത്തിൽ 8ഓളം സിനിമകൾ നിർമ്മിക്കുകയും വിവിധ ഭാഷകളിലായി 632ഓളം സിനിമകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മാധവൻ നായർ നിർമ്മിച്ച് പുറത്തിറക്കിയ ചമ്പക്കുളം തച്ചൻ, അഴകിയ രാവണൻ, മഴയെത്തും മുൻപേ, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ സിനിമകൾ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് മലബാർ റീജിയണൽ കൗൺസിലിന്റെ പ്രഥമ വി.പി. ഗംഗാധരൻ പുരസ്കാരം വി.പി. മാധവൻ നായർക്ക് ജൂൺ അവസാന വാരത്തിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. നമ്മുടെ സംഘടനയുടെ തന്നെ സെൻട്രൽ കമ്മിറ്റി, എറണാകുളം കമ്മിറ്റിയിലെ ഒരു കാലത്തെ പ്രസിഡന്റായിരുന്നു ശ്രീ മാധവൻ നായർ. അതേപോലെ PVG അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ പല പദവികളും വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാണികളെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തി കളരിപ്പയറ്റ് പ്രദർശനം. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് കളരിപ്പയറ്റ് അരങ്ങേറിയത്. കായികമാണ് ലഹരി എന്ന സന്ദേശത്തോടെയാണ് കളരി പ്രകടനം നടത്തിയത്. വിവിധ കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കളരിപ്പയറ്റ് പ്രദർശനത്തിൽ അടവുകൾ കാഴ്ചവെച്ചു. കായികമാണ് ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനം SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് മൂസ ഹാജി, കളരി അസോസിയേഷൻ സെക്രട്ടറി മുരളീധരൻ, ജില്ലാ സ്പോർട്സ് ഓഫീസർ വിനീഷ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് യാസർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തകവി സൂർദാസ് ജയന്തി സക്ഷമ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 12 വിപുലമായി സംഘടിപ്പിക്കുന്നു. ചാലപ്പുറം കേസരി ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. പന്തീരങ്കാവിൽ അതിലൊരു സെന്റർ ഉണ്ട്, ചാലപ്പുറത്ത് അതിലൊരു സേവന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയുടെ ഈ സൂർദാസ് ജയന്തി ആഘോഷമാണ് 12-ാം തീയതി നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദേശീയ ഭിന്നശേഷി വികസന കമ്മീഷണർ ശ്രീമാൻ ഡോക്ടർ S. ഗോവിന്ദരാജ് അദ്ദേഹം വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഭക്തകവി സുന്ദർദാസ് ജയന്തി മെയ് 12 കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ പരമേശ്വരം ഹാളിൽ വെച്ച് നടത്തും. ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും അനുഭാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളും കുടുംബ സംഗമവും സംഘടിപ്പിക്കും. ജില്ലയിലെ 100-ൽ പരം ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. ദേശീയ ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ S. ഗോവിന്ദരാജ് ഉദ്ഘാടനം നിർവഹിക്കും. ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ ചടങ്ങിൽ സുന്ദർദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. സമാപന സഭ പ്രശസ്ത സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സിനിമ സീരിയൽ താരം വിനോദ് കോവൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സക്ഷമ കേരള പ്രസിഡന്റ് P. ഗോപകുമാർ, സ്വാഗത സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് EK സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ ഡാർക്കിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഭീതിക്കിടയിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ടാണ് ഗ്രാമപഞ്ചായത്ത് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാഠപുസ്തകങ്ങളിലെ അറിവിനുമപ്പുറം സമൂഹത്തെ അടുത്തറിയാനും പരസ്പരം സഹകരിക്കാനും ഉതകുന്നതായിരുന്നു ക്യാമ്പ്. ഓപ്പറേഷൻ ഡാർക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ 4ാം ക്ലാസ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ രാത്രിയിൽ സ്കൂളിൽ താമസിച്ചാണ് ക്യാമ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1ാം ക്ലാസ്സിലുള്ളവർക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ സഹവാസ ക്യാമ്പിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ അവരുമായി ഷെയർ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ലഹരിക്കെതിരെ എങ്ങനെ നമ്മൾ പോരാടാം, അല്ലെ ലഹരിക്കെതിരെ ഒരു 4 വാചകം എഴുതാൻ പറഞ്ഞാൽ എഴുതൂലേ? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉനൈസ് അരീക്കൽ, വിനോദ് ഇളവന, അനീഷ് പാലാട്ട്, സലീം, പെരുവയൽ സെന്റ് സേവേഴ്സ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിബിൻ ജോസഫ്, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്ന്, സൊസൈറ്റി പറയുന്ന വഴിക്ക് നടക്കാനുള്ളവരല്ല നമ്മൾ പറയുന്ന വഴിക്ക് സൊസൈറ്റിയെ നടത്താനുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ല 44ാം വാർഷിക സമ്മേളനം സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ലോകത്ത് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു കാര്യം ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ്. അവയെല്ലാം പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കരുത്തില്ലാത്തവരാണ് എന്നും പകരം അതിനും എത്രയോ വർഷങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം മുന്നോട്ട് വെക്കപ്പെട്ട തത്വശാസ്ത്രങ്ങളാണ് വർത്തമാനകാലത്ത് ശരിയായി തീരുന്നത് എന്ന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ശക്തികളും സജീവമായിരിക്കുക. ആ ശക്തികൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തന്നെ തയ്യാറായി ഏറെ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ലോകത്തിന്റെ സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യാൻ, മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ആശയങ്ങളും വേണ്ടി മുന്നോട്ട് വെക്കുന്ന മാർക്സിസത്തിന് കഴിയുന്നുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. മാർക്സും ഏംഗൽസും 1848 ലോകത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെതായ ഒരു കാര്യപരിപാടി അവതരിപ്പിച്ചു. ആ കാര്യപരിപാടിയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ മാനിഫെസ്റ്റോ ആണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാക്സിമോ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം കിഴക്കോത്ത് ഈസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മാക്സിമോ ഗ്രൂപ്പിന്റെ 3ാമത്തെ ഷോറൂം ഈസ്റ്റ് കിഴക്കോത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം PT റഹീം MLA നിർവഹിച്ചു. ആദ്യ വിൽപ്പന PGA തങ്ങൾ മുഹമ്മദ് EKK കൈമാറി നിർവഹിച്ചു. ഖാദർ മാക്സിമോ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജി ദത്ത്, പഞ്ചായത്ത് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മംഗലങ്ങാട്ട് എന്നിവർ നറുക്കെടുപ്പ് നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം PTA ലത്തീഫ്, VK അബ്ദുറഹിമാൻ എന്നിവർ വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഇന്ദു സനിത്, യൂസഫ് C, മുജീബ് ആവിലോറ എന്നിവർ സംസാരിച്ചു. പെയിന്റ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, വെനീർ, V-ബോർഡ്, ഫോം ബോർഡ്, ഹാർഡ്വെയർ, UPVC ഡോർ, ലാഡർ,
വാൾ പാനലിംഗ് എന്നിവയുടെ വലിയ ശേഖരങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഖാദർ മാക്സിമോ പറഞ്ഞു. വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോക്ക് ഐറ്റംസുകൾ, അതുപോലെ ഇന്റീരിയർ രംഗത്ത് ഉപയോഗിക്കുന്ന വിനീർ, മൈക്ക, പെയിന്റ്, പ്ലൈവുഡ്, മൾട്ടിവുഡ് പോലത്തെ ഫോം ഷീറ്റുകൾ, ഡോർ ഹാൻഡിലുകൾ, കിച്ചൺ ആക്സസറീസുകൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞങ്ങളിവിടെ വിപണനം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. JCI ആലുമിനി ക്ലബ്ബ് സോൺ 21 ക്രിക്കറ്റ് മത്സരം കിഴക്കേ നടക്കാവ് ഗെയിം ഓൺ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫിൽ നടക്കും. മെയ് 11 സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ 8 ടീമുകൾ മത്സരിക്കും. ഉദ്ഘാടനം JCI നാഷണൽ ഡയറക്ടർ മെന്ററിംഗ് ആൻഡ് കോച്ചിംഗ് മോഹൻദാസ് SK നിർവഹിക്കും. വിജയികൾക്ക് JCI സോൺ പ്രസിഡന്റ് അരുൺ വേണുഗോപാൽ, സോൺ ചെയർമാൻ ബാബുരാജ് KP എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ JCI സോൺ ചെയർമാൻ ബാബുരാജ് KP, സോൺ വൈസ് ചെയർമാൻമാരായ ജയഗോപാൽ ചന്ദ്രശേഖർ, ശ്രീരശ്മി മിലിൻ, അഡ്വക്കേറ്റ് ജയപ്രശാന്ത് ബാബു, പ്രോഗ്രാം ഡയറക്ടർ രതീഷ് കുമാർ EB, ട്രഷറർ സുരാജ് അജന്ത എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപാകതകൾ പരിഹരിച്ച് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യോഗ നൃത്തത്തിന്റെ സാധ്യതകൾ അവതരിപ്പിച്ച് കലാകാരന്മാർ. അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ K ശശിധരൻ എന്ന് അനുസ്മരണ യോഗം. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് മലബാർ റീജിയന്റെ പ്രഥമ PV ഗംഗാധരൻ പുരസ്കാരം VP മാധവൻ നായർക്ക്. കാണികളെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തി എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കളരിപ്പയറ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.